ചേട്ടാ ഇവിടെ വാഴയില കിട്ടാത്തോണ്ടാണോ കൂവള ഇലയിൽ ഇവിടെ ചോറ് കൊടുക്കുന്നത്? അല്ല, ഇത് ഒരു തരം ഔഷധ സസ്യവുമാണ്. ഇത് അഗസ്ത്യാരൂഢം മുതൽ എല്ലാ വലിയ വനമാണ്. ഈ വനത്തിനകത്ത് എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇത് ഉൾവനങ്ങളിലും വെള്ളപ്പാർപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇത് വലിയ ഇലയായിട്ട് കിട്ടൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ ഇലയായിട്ട് വരും. ആ ചെറിയ ഇല നമ്മൾ എടുക്കാറില്ല. ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞ ആദിവാസികൾ അവിടെ ഉള്ള വീടുകളിലൊക്കെ നമ്മൾ പറയും ഇങ്ങനെ ഇല എടുത്ത് തരണം എന്ന് പറയുമ്പോൾ അവര് എടുത്തുകൊണ്ട് തരുമായിരുന്നു. ഇപ്പൊ അവരെ കൊണ്ടൊന്നും ഇത് പറ്റൂല. ഇപ്പൊ ഞങ്ങൾ തന്നെയാണ് ഇത് വനാന്തരങ്ങളിൽ പോയി എടുക്കണ ഈ ഇല സംഘടിപ്പിച്ച. ഈ ഇല നമുക്ക് ഒരു ദിവസം പോലും ഇവിടെ ഇല്ലാതിരുന്ന കട അടയ്ക്കേണ്ടി വരും. നമ്മൾ ഈ ഇല വരുന്ന എല്ലാ ആളുകളും ഈ ഇല ഗുണകരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരുന്നവരെല്ലാവരും ഒരില കയ്യിൽ വെച്ചുകൊണ്ട് ആഹാരം കഴിച്ചാലും പക്ഷെ ഈ ഇല തന്നെ ചോദിക്കും. കെട്ടുകണക്ക് വാഴയില ഇരുന്നാലും വാഴയില ആർക്കും വേണ്ട. ഞങ്ങൾക്ക് ഇത് ഇപ്പം ഈ വാഴയില മാറ്റിയിട്ട് ഈ കുവേല ആക്കുമ്പോൾ ഞാൻ കുവേല തുറന്ന് കൊടുക്കാനും ബുദ്ധിമുട്ടായിരിക്കുക. അങ്ങനെ ഈ കുവേലയുടെ കേസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ തുടങ്ങിയ കാലം പോലെ ഈ കുവേല ഇട്ട് ശീലിച്ച് അതൊരു മറ്റൊരു സത്യം. അത് ഇപ്പോഴ് ഈ ഇലയില്ലാതെ ഒരു ദിവസം പോലും കട നടത്താൻ പറ്റും. അങ്ങനെയാണ് ഈ ഇലയുടെ കാര്യം. ഇത് കൂവ ഇല എന്നാണ് പറയണത്. കൂവയില വനത്തിലല്ലാതെ നാട്ടുമ്പുറങ്ങളിലും കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല. അല്ല, ഇത് എല്ലാ മൃഗങ്ങളും കഴിക്കാം. മത്സ്യം കഴിച്ചിരുന്നാൽ ഈ ഇലയ്ക്ക് ഗുണമല്ലാതെ ദോഷമുള്ളതല്ല. എല്ലാ മൃഗങ്ങളും ഇത് കഴിക്കും. അപ്പൊ ഇതിന് ശരിക്കും കിഴങ്ങുള്ള കൂവയല്ല. ഇത് അഗസ്ത്യാരൂഢം മുതൽ ഇങ്ങോട്ട് എല്ലാ വനങ്ങളിലും ഉണ്ട്. പക്ഷെ എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലും വെള്ളപ്പാർപ്പുള്ള സ്ഥലങ്ങളിൽ വെള്ളത്തണുള്ള സ്ഥലങ്ങളിൽ മാത്രം ഉള്ള ഇലയ്ക്ക് വലിയ ഇലയായിട്ട് കിട്ടും. അവിടെ പോയൊക്കെയാണ് നമ്മളിത് എടുക്കുന്നത്. എടുത്ത് കൊണ്ടുവന്നാലും ഇവിടെ കൊണ്ടുവന്ന് ഇതിനെ കഴുകിയൊക്കെ വൃത്തിയാക്കി എടുക്കാനും ഒരു നല്ലൊരു ജോലിയുണ്ട് ഒരു ഭാഗം. അങ്ങനെ അന്നുപോലെ ഇത് നമ്മൾ തുടങ്ങിയ കാലം പോലെ ഇത് ഇട്ട് ശീലിച്ചുകൊണ്ട് അത് എന്നെ നടത്തി വരെയാണ്. അത്രയും മാത്രമാണ് ഈ ഇലയെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയുന്നത്. പിന്നെ ഈ കടയെ സംബന്ധിച്ചിടത്തോളം ഒരു 3-4 വർഷമാവും തുടങ്ങിയിട്ട്. 3-4 വർഷമായിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. ഇതിവിടെ തുടങ്ങിയപ്പോഴൊക്കെ ഒരു ടാർപ്പ കെട്ടിയ കടയായിരുന്നു. ടാർപ്പ കെട്ടി ഷെഡ് പോലെയുള്ള ഒരു കടയായിരുന്നു. അതിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ ഒരു കെട്ടിടം ഇങ്ങനെ ചെയ്ത് ഇപ്പം കെട്ടിടത്തിനകത്തായത്. അങ്ങനെ ഒക്കെ ഇത് നടത്തി പോവുകയാണ്. നിങ്ങൾ കുടുംബമായിട്ടുള്ള ഈ രീതിയിൽ ഇത് നടത്തുകയാണ്. കുടുംബത്തോടൊപ്പം ചേർന്നാണ് കട നടത്തുന്നത്. ഇപ്പം ഞങ്ങൾ ഈ അടിയിലത്തെ നിലയിൽ കടയും മുകളിൽ താമസമാക്കി കട നടത്തുകയാണ്. ഇത് ചേട്ടാ എന്നാണ് ഈ കട ആരംഭിച്ചത്? ഈ കട തുടങ്ങിയിട്ട് 4-5 വർഷമാവും. 4-5 വർഷമാവും. അന്നോട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ്? അന്നോട്ട് എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ട്. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന മീന്, പിന്നെ ഡാമിലെ മീന് ചില ദിവസമൊക്കെ കിട്ടും. ഡാമിലെ മീൻ ഇവിടെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോഴൊക്കെ കിട്ടും. പിന്നെ ഈ വളർത്തു മീനൊന്നും കൊണ്ട് നമ്മൾ വാങ്ങിക്കില്ല. അതൊന്നും വേണ്ടെന്ന് പറയും. നമ്മളിപ്പോ നെടുമ്പങ്ങാട്ട് നല്ല വാങ്ങിക്കുന്നത് വെഞ്ഞാറമൂട് ചന്തയിൽ നിന്നാണ് മീൻ വാങ്ങുന്നത്. വെഞ്ഞാറമൂട് ചന്തയിൽ നിന്ന് ഇവിടെ കൊണ്ടുവരുമോ? അവിടെ വേറെ പുത്തമ്പാലം വരെ ഒരാൾ കൊണ്ടുവരും. അവിടെ പോയി വാങ്ങിക്കും. പിന്നെ ഇവിടെയൊക്കെ കൊണ്ടുവരുന്നത് നല്ല മീനാണെങ്കിൽ വാങ്ങിക്കും, നല്ല അല്ലെങ്കിൽ വാങ്ങിക്കൂല. ഏത് സാധനവും നല്ലതെന്ന് കണ്ടാൽ വാങ്ങിക്കും. മലക്കറി തന്നെ നെടുമ്പങ്ങാട്ട് മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ മാർക്കറ്റിൽ നിന്നൊന്നും വാങ്ങിക്കില്ല. നല്ല ഐറ്റം മലക്കറി വാങ്ങിക്കും. നല്ല ഐറ്റം മലക്കറി, നല്ല മരച്ചിരി, നല്ല മീൻ, നല്ല ഇറച്ചി, ഇതൊക്കെ നോക്കിയാണ് വാങ്ങിക്കണത്. നമുക്ക് കച്ചവടത്തിൽ ലാഭം വന്നോ ഇല്ല അതല്ല വിഷയം. കൊടുക്കുന്ന ആഹാരം നല്ലതായി കൊടുക്കുക. കഴിക്കുന്നവർക്ക് അതിൻ്റെ തൃപ്തിയായി കൊടുക്കണം. നമ്മളുടെ സാമ്പത്തികവും പ്രശ്നവും നമുക്ക് പൈസ ഉണ്ടാക്കണമെന്നുള്ള ആർത്തിയും ഇല്ല. നമ്മൾ തുടങ്ങിയ കാലം മുതൽ അങ്ങനെയാണ് ഇത് ചെയ്തു വരണത്. പിന്നെ ഞങ്ങളിവിടെ 10-11 അംഗസംഖ്യയുണ്ട്. മക്കളും മരുമക്കളുമായിട്ടൊക്കെ 10-11 അംഗസംഖ്യയുണ്ട്. എല്ലാവരും ഉച്ചയ്ക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടും. അത് മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതുവരെയും ഒന്നും അങ്ങനെ കട തുടങ്ങിയെന്ന് പറഞ്ഞൊരു സമ്പാദ്യമൊന്നും ഇതുവരെയും ഉണ്ടായിട്ടുമില്ല. കാര്യങ്ങളൊക്കെ നടക്കണത്ര തന്നെ. ഇവിടെ ഒരു ഊണ് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? ഇവിടെ ഒരു ഊണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഊണ് 70 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. മീൻ വെച്ച് 120. മീനിൻ്റെ വില അനുസരിച്ച് ഊണിന് ചിലപ്പോൾ 10 രൂപ മാറി ചിലപ്പോൾ ഉണ്ടാവും. അത് മീന് കിട്ടും പോലെ. സാധാ മീൻ കിട്ടുകയാണെങ്കിൽ മീനുള്ള സമയത്ത് ഇതുവരെയും 120 കൂട്ടി അങ്ങനെ വിറ്റിട്ടില്ല. പിന്നെ ഇപ്പം ഈ ചൂര ഇന്ന് കിട്ടിയ ചൂര കൊള്ളാമെന്നുള്ളതുകൊണ്ട് അത് വിലയും കൂടുതലായതുകൊണ്ട് ഇന്നത്തെ ചൂര നമ്മൾ 60 കൊടുത്തു. അല്ലെങ്കിൽ ഇവിടെ മീൻ 50, കപ്പ 50, ഊണ് 70, ചിക്കൻ തോരൻ 100, പോത്ത് 150. ഇങ്ങനെയാണ് ഇവിടുത്തെ കച്ചവടം. പിന്നെ കാപ്പി ഐറ്റങ്ങളൊന്നും ഇല്ല. കാപ്പി ഐറ്റം
ഇല്ല എന്ന് പറയാനും ഒക്കില്ല. ആരെങ്കിലും കാപ്പി ബുക്ക് ചെയ്യുകയാണെങ്കിൽ കാപ്പി ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ അത് അവർ പറയുന്ന കാര്യങ്ങൾ എന്തിനാണ്, ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കും. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാക്കാൻ ഞങ്ങൾക്കറിയാം. ചേട്ടൻ ഈ മേഖലയിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? എനിക്ക് ഒരു 10-11 വയസ്സുള്ളപ്പോഴേ എനിക്ക് ബേക്കറി ജോലിയായിരുന്നു. ബേക്കറി ജോലിയിൽ നിന്ന് തുടർന്ന് ഓരോരോ ഐറ്റങ്ങളായിട്ട് ഇങ്ങനെ പഠിച്ചു വന്ന് ഞാനൊരു വലിയ ഒരു പാചകക്കാരനായി. പിന്നെ എൻ്റെ മോൻ ഇപ്പം പാചകമൊക്കെ പഠിച്ച് അവൻ കാറ്ററിംഗുകാരനായി. അത് ഈ കടലക്കടയിൽ നിന്നുള്ള ലിസ്റ്റ് തന്നെ കാറ്ററിംഗ് ഒക്കെ നടത്തി കുഴപ്പമില്ലാതെയൊക്കെ കുടുംബം പോണ്. അത് തന്നെ അത്രയും തന്നെ നമുക്ക് പറയാനുള്ളത്. ചിക്കൻ തോരൻ മുമ്പുള്ള ഒരു ഐറ്റം അല്ലല്ലോ, ഇപ്പൊ ഈ ഇടയ്ക്കല്ലേ അതൊക്കെ അല്ല, തുടങ്ങിയപ്പോഴേ ഉണ്ട്. തുടങ്ങിയപ്പോഴും ഇവിടെ ഉണ്ട് ചിക്കൻ തോരൻ. ചിക്കൻ തോരനും പോത്ത് ഒക്കെ. ബീഫ് അങ്ങനെ വാങ്ങിക്കില്ല, പോത്തേ വാങ്ങിക്കില്ല. പോത്ത് നമ്മൾ നല്ല ഐറ്റം പോത്താണ് വാങ്ങിക്കുന്നത്. അത് ആഴ്ച ഒരു ദിവസമേ ഉള്ളൂ. ആഴ്ച ഒരു ദിവസം ഇവിടെ ഉണ്ടാവും, ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. അത് ഈ തൊളിക്കോട്ട് സ്ഥലത്ത് പോത്തറക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി ഞങ്ങൾ 4 മണിക്ക് അവിടെ പോയി 5-10 കിലോ നമുക്ക് ആവശ്യമുള്ള വാങ്ങി അത് കൊണ്ടുവന്ന്. അതിന് മിച്ചമൊന്നും വരില്ല. അത് പോയിട്ട് പിന്നെ പിറ്റേ ഞായറാഴ്ച. പിന്നെ പോത്ത് എല്ലാ ദിവസവും ഇല്ല. എല്ലാ ദിവസവും മീൻ, ചിക്കൻ തോരനും ഒക്കെ എല്ലാ ദിവസവും കാണും. പിന്നെ ഞണ്ട്, കൊഞ്ച്, കണവ ഇതൊക്കെ കിട്ടും പോലെ എല്ലാ ഐറ്റങ്ങളും കാണും. എന്തെങ്കിലും വാങ്ങിച്ചാലും നമുക്ക് ചിലവുണ്ട്, ഇല്ലായിരുന്നു. ഈ കടൽ സാധനങ്ങളെന്ന് പറയുന്നത് മീൻ, ഇറച്ചി ഇതൊക്കെ അല്ലേ. മീൻ ഒക്കെ നമുക്ക് എല്ലാ ദിവസവും എല്ലാം കിട്ടൂല. കാരണം ഞങ്ങൾ പ്രായം ചെന്നവരില്ലേ, നമുക്ക് ദൂരെയൊക്കെ ഒരു ബൈക്കോ വല്ലതും ഒക്കെ എടുത്തുകൊണ്ട് വാങ്ങാനുള്ള സൗകര്യങ്ങൾ കുറവാണ്. എവിടെ പോകണമെങ്കിൽ നമ്മൾ ആട്ടയൊക്കെ പിടിച്ച് പോകണമുണ്ട്. ബുദ്ധിമുട്ടാണത്. ചേട്ടാ, ഇവിടെ വീട്ടിൽ കട തുടങ്ങാൻ ഉണ്ടായ ഒരു സാഹചര്യം അതെങ്ങനെയാണ്? നമുക്ക് വേറെ കടയില്ലാത്തതുകൊണ്ട് വീട്ടിൽ തുടങ്ങുന്നത്. നമുക്ക് വാടകയൊന്നും കൊടുക്കാതെ റോഡ് സൈഡ് ആയതുകൊണ്ട് വീട് നമ്മൾ ഒരു ഭാഗം വീടായിട്ട് ഉപയോഗിക്കുന്നു, ഒരു ഭാഗം നമ്മൾ കടയായിട്ട് ഉപയോഗിക്കുന്നത്. കടയും വീടുമായിട്ട് താരതമ്യമില്ല അതിന് രണ്ടിനും. കട തന്നെയാണ്, വീട് തന്നെയാണ്. വീട്ടിൽ വേലക്കാർ പോകണ തന്നെ ഈ ഒരു സൈഡിൽ കൂടെ വീട്ടിൽ വേലക്കാർ പോകും. പിള്ളേരും കുട്ടികളും ഒക്കെ താമസിക്കുന്നതന്നെ വേലക്കാർ പോയി. ഇവിടെ എൻ്റെ മോളെ ഒരു കൊച്ചു മാത്രമേ ഉള്ളൂ ഇവിടെ. അല്ല, ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾ 3 മണിയാകുമ്പോൾ കട ഇറക്കി അടയ്ക്കും. കഴിഞ്ഞാൽ പിന്നെ 4 മണിക്ക് നമ്മൾ വീണ്ടും 4 മണിക്ക് തുടങ്ങും. പിറ്റേ ദിവസം വെളുപ്പാങ്കാലം 4 മണിയാകുമ്പോൾ വീണ്ടും ഞങ്ങൾ കടയുടെ ജോലികൾ ചെയ്യും. ഇവിടെ പ്രധാനമായിട്ടും ഉച്ചയ്ക്കുള്ള ഊണ്, ഉച്ചയൂണ് തന്നെ. ഒരു സ്റ്റാൻഡേർഡ് ഊണ് 70 രൂപ കൊടുക്കുന്നതിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവും? എല്ലാ ഐറ്റങ്ങളും കാണും. അതിൽ കൊഞ്ച് ചമ്മന്തി കാണും, അച്ചാറ് കാണും, സലാഡ് കാണും, ചോറ് കാണും, തോരൻ കാണും, അവിയൽ കാണും, കിച്ചടി ഏതെങ്കിലും കാണും, പുളിശ്ശേരി, സാമ്പാർ, മീൻകറി. ഇത്രയും ഒരു ഊണിന് കാണും. മീനും കൂടെ വരുമ്പോൾ അത് 120 ആവണത്. ഇല്ലെങ്കിൽ 70 രൂപ. മിക്കവാറും അവധി ദിവസങ്ങളും നല്ല ദിവസങ്ങളും ആവുമ്പോൾ പായസം വരെ കാണും. പായസം ഉണ്ടാവും. പായസം ഏത് പായസമാണെന്ന് പറയാൻ പറ്റൂല. ഒരു ദിവസം അടയെങ്കിൽ, ഒരു ദിവസം ബർമിസലി ആയിരിക്കും, ഒരു ദിവസം അവലും ആയിരിക്കും, ഒരു ദിവസം ഗോതമ്പ് പായസം ആയിരിക്കും. അങ്ങനെ അവധി ദിവസങ്ങളിൽ വീണ്ടും പായസങ്ങളുണ്ട്. നേരത്തെ ഒക്കെ ആണെങ്കിൽ മിക്കവാറും ദിവസങ്ങളൊക്കെ കാണുമായിരുന്നു. അപ്പം അങ്ങനെ എല്ലാം കൂടെ ഒക്കെ ചെയ്തു പോകാൻ അവർക്ക് സമയം കിട്ടില്ല ജോലിക്കാർക്ക്. അതുകൊണ്ട് അവധി ദിവസങ്ങളിൽ ചില ദിവസങ്ങളൊക്കെ പായസമുള്ളൂ. ഈ കട കുറച്ച് ഉള്ളിലേക്ക് ആയതുകൊണ്ട് ഇവിടെ അടുത്ത് വേറെ കടകളൊന്നുമില്ലല്ലോ ഭക്ഷണം കഴിക്കാനായിട്ട്. മുകളിലോട്ടൊക്കെ കടകളുണ്ടായിരുന്നു, അതൊക്കെ അവരൊക്കെ മതിയാക്കി. അവരൊക്കെ ഇതിലൊക്കെ വലിയ ലാഭങ്ങൾ പ്രതീക്ഷിക്കും. ലാഭമൊന്നും അങ്ങനെ ഇന്ന് ഇപ്പോഴത്തെ വിലയിലനുസരിച്ച് കിട്ടൂല. നമ്മൾ ചിലവൊക്കെ നടക്കൂ. ഇവിടെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്? കാട്ടുമൃഗങ്ങളെ കൊണ്ട് നമുക്ക് ഇതുവരെ ശല്യങ്ങളില്ല. അവരിതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അങ്ങ് പോവും, നമ്മളിവിടെ ഒരിടത്ത് ഇരിക്കും. അതിൻ്റെ ജോലിയൊക്കെ അതുപോലെ നമ്മൾ അവരറ്റത്ത് നമ്മളിരിക്കുന്നത്. നമ്മൾ കാട്ടുമൃഗങ്ങളെയൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള ആർക്കും ഒരു ശല്യം അവർ കൊണ്ടില്ല. പിന്നെ കൃഷി ഉൽപ്പന്നങ്ങളിലെല്ലാം തൊലിച്ചു കളയും. അല്ല, ജനത്തിനൊന്നും വേറെ അപകടകരമായ കാര്യങ്ങളൊന്നും ഇതുവരെ മൃഗങ്ങൾ ചെയ്തിട്ടില്ല. വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമല്ലേ ഇത് തന്നെ? അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഞാൻ ചോദിച്ചത്. ഈ വനം എന്ന് പറഞ്ഞാൽ അഗസ്ത്യാർ മലയിൽ തൊട്ടുള്ള വനമാണിത്. വലിയ മലയാണിത്. ഈ മല പോയി മുറിയുന്നത് ചെങ്കോട്ടയിലങ്ങണ്ടാണ് ഇത് മുറിയുന്നതെന്നാണ് പറയണത്. അതുവരെ ഇത് വലിയ വനമാണ്. കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് ഈ മൃഗങ്ങളൊക്കെ ഇവിടെയൊക്കെ വരണത്. അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വരെയുമില്ല. മൃഗങ്ങൾ അധികം വരുന്ന പ്രദേശമല്ലായിരുന്നു. ഈ ഒരു സ്ഥലം ഒന്ന് പറഞ്ഞുതരാമോ? കട സ്ഥിതി ചെയ്യുന്ന ഈ കട സ്ഥിതി ചെയ്യുന്ന സ്ഥലം പട്ടം കുളിച്ച പാറയെന്ന് പറയും. പണ്ട് മുതൽ ഈ സ്ഥലത്തിന് ആ പേരാണ് പറയണത്, പട്ടം കുളിച്ച പാറയെന്ന്. ഞങ്ങൾ ഈ താഴ്വശത്തൊരു അമ്പലമുണ്ട്. അമ്പലത്തിന്റെ അടുത്ത് അരുവിയുണ്ട്. ആ അരുവിക്കകത്ത് തന്നെ ഒരു പാറ ഉണ്ടായിരുന്നു. ആ പാറയിൽ പണ്ട് ഒരു ബ്രാഹ്മണൻ വന്ന് കുളിച്ചു, അരി വെച്ചുണ്ട്. പിന്നെ ആളിനെ കുറിച്ചുള്ള കഥയൊന്നും അറിഞ്ഞുകൂടാ.
അങ്ങനെയാണ് വെട്ടംകുളിച്ചോറയെന്ന് പറയുന്നത്. ചേട്ടൻ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് മണിയെന്ന്, ബേക്കറി മണി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. ഇപ്പം കൂടുതൽ ആളുകൾ കാട്ടിലക്കട മണി എന്നാണ് പറയുന്നത്. കാട്ടിലക്കട. കാട്ടിലക്കട മണി എന്ന് പറയും. ഞാൻ എൻ്റെ പെമ്പറം തന്നെ ഈ കട നടത്തുന്നത്. എൻ്റെ പേര് ഭാര്യയുടെ പേര് ശശികുമാരി എന്നാണ്. ഞങ്ങൾ രണ്ടും കൂടെ തന്നെ ഈ കട നടത്തുന്നത്. ഇവിടെ വരണമെങ്കിൽ ആര്യനാട് നിന്ന് വരികയാണെങ്കിൽ ഒറ്റക്കുടി വഴി, ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഒറ്റക്കുടി വഴി ഈ കട നട വരാം. മീനാങ്കല്ലിൽ നിന്നാണെങ്കിൽ ഒറ്റക്കുടി വഴി മീനാങ്കല്ല് വരാം. അല്ലാതെ ഇതിലെ തിരിച്ച് നമ്മളെ കടനടയിൽ കൂടെ പൊന്മുടിക്ക് പോകാം, മോണക്കാട് പോവാം, നന്ദിയോട്, പാലോട്, നെടുമങ്ങാട് ഒക്കെ പോവാം. കടനടയിൽ കൂടെ ഇങ്ങനെ വിതിര ചെന്നിട്ട്. അപ്പൊ ഈ കടയിൽ വിതിര വഴി വരണമെന്നുണ്ടെങ്കിൽ തോട്ടുമുക്ക് വഴി വരാം. തോട്ടുമുക്ക് വഴി നിന്ന് മാങ്കാലം മുക്കിൽ വന്നിട്ട് പിന്നെ താഴോട്ട് വരണം. അല്ലാതെ ഇതിന് ഇന്ന് KPS മുക്കിൽ നിന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് വരാം, കടയിൽ വരാം. ഏതാണ് എളുപ്പമുണ്ടോ ആ എളുപ്പ വഴി വരാം. ഇപ്പൊ വാഹനങ്ങളൊക്കെ ആ സമയത്തും എല്ലാ സ്റ്റാൻഡിലും കടലക്കടയിൽ ചോദിച്ച എല്ലാ സ്റ്റാൻഡിലുള്ള പയ്യന്മാരും പറഞ്ഞു തരും. അവര് നമ്മളുമായിട്ടൊക്കെ വലിയ സമ്പർക്കത്തിലാണ്. അതുകൊണ്ട് പറഞ്ഞു തരും, കുഴപ്പമൊന്നുമില്ല. സ്റ്റാൻഡിൽ ചോദിച്ചാലും പറയും, കടകളിൽ ചോദിച്ചാലും എല്ലാവർക്കും അറിയാം. നമ്മളെ ഇവിടുത്തെ നമ്പറിൽ വിളിച്ചിട്ട് കാപ്പി വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കും. എന്തോന്ന് കാപ്പിയാണ് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ വെച്ചേക്കും. ഊണാണെങ്കിൽ അത്, കാപ്പിയാണെങ്കിൽ അത്, ബിരിയാണി ആണെങ്കിൽ അത്, സമയമായിട്ട് ആവശ്യപ്പെടുന്ന സാധനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അഡ്വാൻസ് തുക ചെയ്യണം, എങ്കിലേ നമ്മൾ ചെയ്തു കൊടുക്കും. മറ്റേ ഒരുപാട് പേര് നമ്മളെ പറഞ്ഞ് പറ്റില്ല. ഇപ്പൊ 10 പേര് കാപ്പി വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വയ്ക്കും. ഇവിടെ നമുക്ക് കാപ്പി ചെലവും കാണും. അപ്പൊ പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി കാപ്പി ഉണ്ടാക്കി വെച്ച് പലരും എടുക്കാതെ ഇതുവഴി വരാത്തവരുണ്ട്. അവര് ഞങ്ങൾ വാഴത്തോട്ടില്ല പോയി തണുത്ത വെള്ളം കുളിച്ചപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകും. ഇതൊക്കെ പോകുമ്പോൾ നമുക്ക് ഇവിടെ സാധനം വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അഡ്വാൻസ് ചെയ്താലേ കാപ്പി ഉണ്ടായി.